CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ഒടുവിൽ നിർണായകമായ രേഖകൾ ഇഡിക്ക് ലഭിച്ചു. SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള 134 രേഖകളാണ് ഇഡിക്ക് കിട്ടിയത്. നേരത്തെ കോടതി ഉത്തരവായിരുന്നുവെങ്കിലും SFIOയിൽ നിന്നും അത് ലഭിക്കാൻ താമസം നേരിട്ടിരുന്നു. പിണറായി വിജയന്റെ മകൾ വീണയെ രണ്ടാമത് ചോദ്യം ചെയ്യുന്നത് ഈ രേഖകൾ കൂടി മുൻനിർത്തിയാകും. ഈ മാസം 29-ന് വീണയെ ചോദ്യം ചെയ്യും. എക്സാലോജിക് കമ്പനി കരിമണൽ കമ്പനിക്ക് നൽകിയ സേവനങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വീണ മാനേജിംഗ് ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് സേവനമൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നും ഇവരുടെ സഹോദര സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയായി നേടിയെന്നുമാണ് ഇഡിയുടെ കേസ്. ഈ തുക കള്ളപ്പണ നിരോധന നിയമപ്രകാരം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡിയുടെ വാദം. പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇഡി പരിശോധന നടത്തിയിരുന്നു. ഇഡിയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതുവരെ സമാഹരിച്ച തെളിവുകളും മൊഴികളും വിശദമായി പരിശോധിച്ച ശേഷമാണ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിനു മുന്നോടിയായി ശശിധരൻ കർത്തയുടെ മകളും CMRL ഡയറക്ടറുമായ ഷിബി എസ് കർത്തയെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. CMRLന്റെ സഹോദര സ്ഥാപനവും കേസിലെ പ്രതിപട്ടികയിലുള്ളതുമായ നിപുണ ഇന്റർനാഷണൽസിന്റെ ഡയറക്ടർ കൂടിയായ ഷിബിയിൽ നിന്ന് ഈ ഇടപാടുകളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളാണ് ഇഡി ശേഖരിച്ചത്. വീണയിൽ നിന്നും വിവരങ്ങൾ തേടിയ ശേഷം രേഖകളും മൊഴികളും ഇഡി വിശദമായി പരിശോധിക്കും. നേരത്തെ ഈ മാസം 12-ന് ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് വൈദ്യപരിശോധനാ വിവരങ്ങൾ സഹിതം വീണ കൂടുതൽ സമയം തേടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇഡി 5 ദിവസത്തെ സാവകാശം അനുവദിച്ച് പുതിയ സമൻസ് നൽകിയതും വീണ ഹാജരായതും. എന്തായാലും ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകൻ വഴി സമർപ്പിക്കാമെന്ന വീണയുടെ നിർദ്ദേശം തള്ളിക്കൊണ്ടായിരുന്നു കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിനാണ് പണം കൈപ്പറ്റിയത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം നേരിട്ട് ഹാജരാകാൻ ഇഡി കർശന നിർദ്ദേശം നൽകിയത്. ഈ സാഹചര്യത്തിലായിരുന്നു വീണ ഇഡിക്ക് മുന്നിൽ എത്തിയതും. മുൻപ് നടത്തിയ റെയ്ഡുകളിൽ ഇഡി വീണയിൽ നിന്ന് ചില സുപ്രധാന രേഖകൾ പിടിച്ചെടുക്കുകയും പ്രാഥമിക മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ രേഖകളുടെയും CMRLുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് നിലവിൽ ശേഖരിക്കുന്ന മൊഴികളുടെയും അടിസ്ഥാനത്തിലാകും വീണയുടെ അടുത്തഘട്ട ചോദ്യം ചെയ്യൽ നടക്കുക. IT കൺസൾട്ടൻസി സേവനങ്ങളൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് ഇഡിയുടെ പ്രധാന കണ്ടെത്തൽ. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് ഈ തുക കൈമാറിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ CMRL കമ്പനി കഴിഞ്ഞ 15 വർഷത്തിനിടെ 132 കോടിയിലധികം രൂപയുടെ വ്യാജ ചെലവുകൾ കാണിച്ച് വിവിധ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി പണം നൽകിയതായി ആരോപണം ഉയർന്നിരുന്നു. ഈ കേസിൽ ഹൈക്കോടതി ഇഡി അന്വേഷണത്തിന് അനുമതി നൽകിയതിനെ തുടർന്ന് SFIO ശേഖരിച്ച സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പ്രത്യേക കോടതി ഇഡിക്ക് കൈമാറുകയായിരുന്നു. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുന്നത്.